കേരള മുസ്ലിമീങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങളെക്കാൾ ഒരുപാട് മുൻപന്തിയിലാണ്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇതര മതസ്ഥരും മറ്റു സംസ്ഥാനങ്ങളിലെ മറ്റു മതസ്ഥരെക്കാൾ കൂടുതൽ മുൻപന്തിയിലാണ് നമ്മുടെ നാട്ടിലെ ജനത. ഇസ്ലാമിൻ്റെ കാര്യം പറയുകയായതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ എന്ന് പ്രത്യേകം പരാമർശിച്ചത്. ഏതായാലും സ്വഹാബത്തിൻ്റെ കാലം മുതൽ തന്നെ പരിശുദ്ധ ഇസ്ലാം എത്തിയ നാടാണ് കേരളം. മഹാന്മാരായ സ്വഹാബത്തുകൾ 10 പള്ളികളാണ് കേരളത്തിൽ മാത്രം നിർമ്മിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ചേരമാൻ ജുമാ മസ്ജിദ്, ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദ്, അത് കേരളത്തിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി. കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. മതവിഷയത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അവർ സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും ജീവിച്ചു പോയി. അതിൻ്റെ ഇടക്കാണ് 1920കളിൽ സുന്നികൾ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം നിസ്കരിച്ചിരുന്ന തറാവീഹ് 20 റക്അത്ത് വെട്ടിച്ചുരുക്കാൻ വേണ്ടി ഇവിടെ ചില ആളുകൾ കുതന്ത്രം മെനഞ്ഞത്. അറബിയിൽ ഖുത്ബോദിരുന്ന പള്ളിയിൽ മലയാളത്തിലും ഖുത്ബോദണമെന്നുള്ള ഐക്യസ്വരം ഉന്നയിച്ചത്. പുരുഷന്മാർ മാത്രം ജമാഅത്തിന് പോയ പള്ളിയിലേക്ക് സ്ത്രീകളെയും കൊണ്ടുപോകണമെന്നുള്ള വിഘടനവാദവുമായി ഇവിടെ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തു. 1920കളിൽ ഇവിടെ പുത്തൻ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും പുത്തൻ പ്രസ്ഥാനങ്ങൾ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്താൻ ഒരു സംഘടന വേണമെന്നുള്ള ആശയത്തിലായി. 1921 തന്നെയാണല്ലോ മലബാർ കലാപം നടന്നത്. അത് മുസ്ലിം സമുദായത്തിന് ഒരുപാട് നാശങ്ങളുണ്ടായിട്ടുണ്ട്. ഈ നാശങ്ങളുണ്ടാക്കിയത് മുതലെടുക്കാൻ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരുദ്ധ ചേരിയിലുള്ള വിഭാഗം പുത്തൻ പ്രസ്ഥാനം അവർ ശ്രമിച്ചു. കേരള മുസ്ലിമീങ്ങൾ വിശ്വാസപരമായി അശ്അരി ഇമാമിനെ അംഗീകരിക്കുന്നവരും കർമ്മശാസ്ത്രപരമായി ഷാഫിഈ ഹനഫി മദ്ഹബുകളിൽ അംഗീകരിക്കുന്നവരുമാണ്. ഇങ്ങനെയാണ് കേരളത്തിലെ അവസ്ഥയുള്ളത്. എന്നാൽ ഇങ്ങനെ സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിച്ചു പോന്നിരുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ അനൈക്യത്തിൻ്റെ വിത്ത് പാകി ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കുകയായിരുന്നു 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചുകൊണ്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി റളിയല്ലാഹു അൻഹു തങ്ങളാണ്, വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് സമസ്തയുടെ ആദ്യ പ്രസിഡന്റ്. അല്ലാമ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, നൂറുദ്ദീൻ മുസ്ലിയാർ അഥവാ പാങ്ങിൽ അഹമ്മദ് കുട്ടി മൊയ്ലിയാർ AP ഉസ്താദ് എന്നറിയപ്പെടാം അന്നത്തെ, അവരാണ് സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാളായി പ്രവർത്തിച്ചത്. അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം, അവർ സമസ്തയുടെ നേതാവായിരുന്നു. അതുപോലെ തന്നെ അഹമ്മദ് കോയ ഷാലിയാത്തി റളിയല്ലാഹു അൻഹു പ്രഗത്ഭ നേതാവായിരുന്നു. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ ആളുകൾ സമസ്തക്ക് നേതൃത്വം നൽകി വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. 1926 രൂപീകരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനാവശ്യമായ സാഹചര്യത്തിൽ ഘടകങ്ങൾ രൂപീകരിച്ചു. 1954 യുവജന പ്രസ്ഥാനം, സുന്നി യുവജന പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ 1973 വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിച്ചു, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. അങ്ങനെ 1973 വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിച്ചു. പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ വെച്ചാണ് ആദ്യമായി SSF രൂപീകരിക്കുന്നത്. അന്നത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പാണക്കാടായിരുന്നു. അന്ന് സംഘടനയിൽ പ്രവർത്തിച്ചതിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ വഫ സാഹബ്. അദ്ദേഹം ആദ്യ ട്രഷററായിരുന്നു. SSF വളർന്നു വന്നു, ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി. 52 കൊല്ലമായി കേരളത്തിൽ SSFൻ്റെ വേരോട്ടമുണ്ടായി. ഈ 54 വർഷ കാലയളവിൽ ഒരുപാട് വിപ്ലവങ്ങൾ SSFനുണ്ടാക്കാൻ കഴിഞ്ഞു. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ സമരം നടത്തി പല പ്രശ്നങ്ങളും ഉന്മൂലനം ചെയ്യാൻ SSFനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അധാർമികമായ ഒരുപാട് പ്രവണതകൾ നാട് നീളിയപ്പോൾ
ആ സമയത്തെല്ലാം അതിന് വേണ്ടത് രൂപത്തിൽ പ്രതിരോധിച്ച് SSF എന്ന് പറയുന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം കടന്നു വന്നു. അങ്ങനെ 1973 SSFൻ്റെ ഔദ്യോഗികമായി അതിൻ്റെ എല്ലാ രൂപവും ഉണ്ടാക്കി. 14 ജില്ലയിലും പിന്നീട് അതിൻ്റെ ഭാരവാഹികൾ ഉണ്ടാക്കി. സുബ്ഹാനല്ലാഹ്. 1989 ദൗർഭാഗ്യകരമായ സമസ്തയുടെ പിളർപ്പ് കാരണം SSF ഏത് ചേരിൽ നിൽക്കണമെന്നുള്ള ആശയക്കുഴപ്പത്തിലായി. അങ്ങനെ അവരൊന്നും മടിച്ചില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ നേതൃത്വം നൽകുന്ന സമസ്തയുടെ ഭാഗമായി, അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി SSF വളർന്നു വന്നു. 1973 ഉണ്ടാക്കിയ SSF, ആ SSFൻ്റെ നേതൃത്വം ഇന്നും സുന്നത്ത് ജമാഅത്തിൻ്റെ കരങ്ങളിലാണ്. അന്ന് ഉണ്ടായ 70 സംതിങ്ങളിൽ ഉണ്ടാക്കിയ SSFന് കീഴിലുണ്ട ഒരു മുഖപത്രമുണ്ട്, റിസാല. ഇന്നും സുന്നത്ത് ജമാഅത്തിൽ സുരക്ഷിതമാണ്. മാഷാ അല്ലാഹ്. ഇന്ന് SSFൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ദേശീയതലം വരെ SSF എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദേശീയതലത്തിൽ മേൽനോട്ടം വഹിക്കുന്നത് ഉബൈദുള്ള സഖാഫി ഉസ്താദ് ഉൾപ്പെടെ ഷൗക്കത്ത് നഈമി, ഫാറൂഖ് നഈമി എന്നീ തുടങ്ങിയ ആളുകളൊക്കെയാണ്. അതുപോലെ തന്നെ ഷെരീഫ് നിസാമി തുടങ്ങിയ ആളുകളൊക്കെയാണ് ഇന്ന് SSFൻ്റെ ദേശീയ നേതൃത്വം. 28 സംസ്ഥാനങ്ങളിലും SSF രൂപീകരിച്ചു. അതിനു പുറമെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇന്ത്യയിൽ തന്നെ മറ്റു പ്രദേശങ്ങളിലൊക്കെ SSF രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളിൽ കേവലം രൂപീകരിച്ചതല്ല, അവിടെയെല്ലാം വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾ നടത്താൻ SSFനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു സമ്മേളനം നടത്തി മുംബൈയിൽ. വി ആർ ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യൻ ജനത എന്നുള്ള പ്രമേയത്തിൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാസമ്മേളനം മുംബൈയിൽ വെച്ച് നടത്തി. അൽഹംദുലില്ലാഹ്, ആ സമ്മേളനവും വൻ വിജയമായി. കേരളത്തിൽ നിന്ന് പോയി വിജയിപ്പിച്ചു കൊടുത്തവരല്ല, എന്നാൽ കേരളത്തിൽ നിന്ന് പോയവരും ഉണ്ട്, അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരുമുണ്ട്. ദേശീയ തലത്തിൽ സമ്മേളനം നടത്താൻ മാത്രം വലിയ വിപ്ലവം ഈ സംഘടനയ്ക്കുണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ SSFന് സാധിച്ചിട്ടുണ്ട്. SSFൻ്റെ മക്കൾ ഇന്ന് 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവരാണ്. ഈ കാലയളവിലാണ് SSF ഉള്ളത്. SSF എന്നത് ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. ഇതിൻ്റെ പതാക നെഞ്ചോട് ചേർത്തി നമുക്ക് മുമ്പേ പറന്ന ഒരുപാട് ആളുകളുണ്ട്. വെള്ളിലം ഉസ്താദുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സംഘടന നെഞ്ചിലേറ്റിയ ഖാലിദ് സാഹിബ്, പ്രിയപ്പെട്ട ഖാലിദ് സാഹിബ്, വെള്ളിൽ ഉസ്താദ് തുടങ്ങി ധാരാളം പ്രമുഖ ആളുകൾ ഈ സംഘടനയെ നെഞ്ചിലേറ്റിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അബ്ദുറഹ്മാൻ കുറ്റി, അതിൽപ്പെട്ടതാണ് നൂറുദ്ദീൻ മുസ്ലിയാർ, ഹംസ മുസ്ലിയാർ, അതിൽപ്പെട്ടതാണ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ അമ്പലക്കണ്ടി, അതിൽപ്പെട്ടതാണ് ഇങ്ങനെ ഒരുപാട് ജീവൻ അർപ്പിച്ച ഒരുപാട് മഹാന്മാരതിൽപ്പെട്ടതാണ്. ശരീരം നോക്കാതെ അവരൊക്കെ ദീനിൻ്റെ പ്രാധാന്യം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് സമുദായത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതിന് അവാന്തരമുണ്ടാക്കാൻ ആര് ശ്രമിച്ചിട്ടും അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ.